ഇന്നത്തെ വാർത്തയിൽ തിരുവനന്തപുരം കുന്നത്തുകാലിൽ ഗവൺമെൻറ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥി സ്കൂൾ ബസ്സിൻ്റെ പൈസ അടയ്ക്കാഞ്ഞതിൻ്റെ പേരിൽ ആ കുഞ്ഞിനെ പരീക്ഷയ്ക്ക് കൊണ്ടുപോയില്ല എന്നൊരു വാർത്ത കണ്ടു. തീർച്ചയായിട്ടും സങ്കടകരമായ ഒരു വാർത്തയാണത്. എല്ലാ കുട്ടികളെയും പോലെ പരീക്ഷയ്ക്ക് പോകാൻ അവൻ വന്നു. പക്ഷേ അവനെ കയറ്റാതെ അവൻ്റെ മുമ്പിലൂടെ ആ സ്കൂൾ ബസ് പോയെന്ന് കാണാൻ കഴിയും. തലേദിവസവും അതുപോലെ തന്നെ അവനെ കൊണ്ടുപോയി സ്കൂളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നില്ല. അവനെ അവിടെ ഇറക്കി വിട്ടു, കയറ്റിയില്ല. അവൻ്റെ മാതാപിതാക്കൾ കുഞ്ഞ് വരേണ്ട സമയം എത്തിയിട്ടും കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ച് പോയി കൂട്ടിക്കൊണ്ട് വന്നു എന്നാണ് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ സ്കൂൾ ബസ്സിൻ്റെ പറയുന്നത് കർശന നിർദ്ദേശം തന്നിട്ടുണ്ട്, ഫീസ് തരാത്ത ഈ കുട്ടിയെ കയറ്റണ്ട എന്ന്. ഇതിനെക്കുറിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞ ചില സംഗതികളൂടെ നമ്മൾ ശ്രദ്ധിക്കണം. 3.5 ലക്ഷം രൂപ പിരിഞ്ഞ് കിട്ടാനുണ്ട് എന്നാണ്. സ്കൂൾ ബസ് ഓടിയ വകയിൽ അവർക്ക് ഡ്രൈവർമാർക്ക് ശമ്പളം, ആയമാർക്ക് ശമ്പളം, മറ്റ് ചിലവുകൾ, ഇൻഷുറൻസൊക്കെ ഉണ്ട്. ഏതായാലും കുട്ടികളിൽ നിന്ന് 3.5 ലക്ഷം രൂപ പിരിഞ്ഞ് കിട്ടാനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു നടപടിയെടുത്തത് എന്നാണ്. അപ്പോൾ എനിക്കൊരു സംശയം, ഈ 3.5 ലക്ഷം രൂപ ഈ കുട്ടിയാണോ കൊടുക്കാനുള്ളതെന്നാണ്. 3.5 ലക്ഷം രൂപ പിരിഞ്ഞ് കിട്ടാനുണ്ടെങ്കിൽ ആ സ്കൂളിൽ അനേക കുട്ടികളുടെ നിന്ന് കിട്ടാനില്ലേ? അങ്ങനെയാണെങ്കിൽ കുടിശ്ശിക വരുത്തിയ എല്ലാ കുട്ടികളെയും സ്കൂൾ ബസ്സിൽ കയറ്റാതെ പോകാതെ കയറ്റാൻ പാടില്ലല്ലോ. ഈ ഒരു കുട്ടിയെ മാത്രം സ്കൂളിൽ ബസ്സിൽ കയറ്റാതെ വന്നത് എന്തുകൊണ്ടാണ്? 3.5 ലക്ഷം രൂപ ഈ കുഞ്ഞാണോ കൊടുക്കാനുള്ളത്? അല്ല. ഒന്ന് മനസ്സിലാക്കണം, ഇന്ന് ഇഷ്ടംപോലെ എയ്ഡഡ് പ്രൈവറ്റ് സ്കൂളുകൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ എല്ലാം ഉണ്ട്. അവിടെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു നിവൃത്തിയും ഇല്ലാത്ത സാധാരണക്കാരായ ആളുകളാണ് ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഭൂരിപക്ഷം ആളുകളും ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ കുട്ടികളൊന്നും ഈ ഗവൺമെൻറ് സ്കൂളിലല്ല പഠിക്കുന്നതും. അവർ നല്ല പ്രൈവറ്റ് സ്കൂളുകളാണ് അവരുടെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ പഠിപ്പിക്കുന്നത്. ഇവിടെ പഠിപ്പിക്കുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളുടെ കുട്ടികളെയാണ്. ഈ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ കുട്ടികളുടെ പഠിപ്പിക്കുന്നതിൻ്റെ ശമ്പളം മേടിച്ചിട്ടാണ് ഇവർ നല്ല പോലെ ഭക്ഷണം കഴിക്കുന്നത്. അല്ല, ഈ പൈസ മേടിച്ചാണ് ഇവരുടെ മക്കളെയും കൊച്ചുമക്കളെയും പ്രൈവറ്റ് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നത്. ശമ്പളം ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. ഗവൺമെൻറ് ഈ സാധാരണക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ശമ്പളമാണ്. ഇവിടെ അവർ കാണിച്ചത് എന്തായാലും മോശമായിപ്പോയി. കാരണം കൊച്ചിൻ്റെ വീട്ടുകാർ ഫീസ് കൊടുക്കാനുണ്ടാവും. അത് തെറ്റാണെന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും അവനവൻ്റെ കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ, കുഞ്ഞുങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാൻ ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കില്ല. എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ അവനവൻ്റെ കുട്ടികൾ നന്നായി വരണം, അഭിമാനത്തോടെ തല ഉയർത്തി നടക്കണമെന്നാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. പിന്നെ ഒരു സാധാരണക്കാരന് ചില സാഹചര്യങ്ങളിൽ പല അസുഖങ്ങൾ വരും, അല്ല ജോലിയില്ലാതെ വരും, പല കാര്യങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ വരും. ഇവർ ഒരു പ്രൈവറ്റ് സ്കൂളിലല്ല പഠിക്കുന്നത്, ഗവൺമെൻറ് സ്കൂളിലാണ്. ഈ ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഫീസ് തന്നോളാം, പരീക്ഷ കഴിയുമ്പോൾ ഞങ്ങൾ തന്നോളാം. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, തുടർന്നും ആ സ്കൂളിൽ തന്നെയല്ലേ പഠിക്കുന്നത്. പരീക്ഷ കഴിയുമ്പോൾ അടുത്ത ആകുമ്പോഴത്തേക്ക് കുട്ടിയെ നിങ്ങൾ ബസ്സിൽ കയറ്റണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ കുടിശ്ശിക തരണമെന്ന് പറഞ്ഞ് അവർ തീർത്ത് കൊടുക്കില്ലേ? കൊടുക്കുമല്ലോ. അവർക്ക് അന്നേരം ഉണ്ടായില്ലെന്നല്ലേ ഉള്ളൂ. ഇവരൊക്കെ ഈ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ അഡ്മിഷൻസ് എന്ന് പറയുന്നത് ഇവരെയൊക്കെ നമുക്ക് മനുഷ്യരുടെ കൂടെ കൂട്ടാൻ പറ്റുമോ? നമുക്കറിയാം, എത്രയോ അധ്യാപകർ സ്വന്തം കാശ് മുടക്കി കുട്ടികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു, അവരുടെ സ്കൂളിൽ മറ്റ് ഫീസുകൾ കൊടുക്കുന്നു എന്നൊക്കെ എത്രയോ പേരുടെ അനുഭവങ്ങൾ നമുക്കറിയാം. സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട് തോറും ഈ അധ്യാപകർ പോകില്ല. ഗവൺമെൻറ് സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞു കഴിഞ്ഞാൽ വീട് തോറും നടന്ന് പിള്ളേരെ സംഘടിപ്പിച്ച് ഞങ്ങൾ സ്കൂളിലാക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇവർ കൊണ്ടുവന്നാക്കുമല്ലോ. എന്തിനാ? ഇവരുടെ അധ്യാപക തസ്തിക നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവരുടെ അധ്യാപക തസ്തിക നഷ്ടപ്പെടരുത്. പക്ഷേ കുട്ടികളെ പുരോഗമിക്കാൻ അവർ പിന്തുണയ്ക്കുന്നുമില്ല. അവർ ഫീസ് കൊടുക്കാനുണ്ടെന്നുള്ള അവർ സമ്മതിക്കുന്നു. ഞങ്ങൾ
ഉടനെ തന്ന് തീർത്തോളാം എന്ന മാതാപിതാക്കൾ പറഞ്ഞു. ആ കുട്ടി തങ്ങളുടെ മുമ്പിലൂടെ തൻ്റെ സഹപാഠികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ബസ്സിൽ പോകുമ്പം തന്നെ കയറ്റാതെ പോകുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഒരു മാനസികാവസ്ഥ, ഇവർക്കൊക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളതാണ്, അഡ്മിഷൻസ് അല്ലേ, സ്വാഭാവികമായിട്ട് കൊച്ചുമക്കൾ വരെ കാണുമല്ലോ. നാണം, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾക്ക് നാണമുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ആ കൊച്ചിൻ്റെ ഒരു മാനസികാവസ്ഥ. മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കെട്ട് പോകുന്ന ആ കൊച്ചിൻ്റെ ഒരു മാനസികാവസ്ഥ. കൊച്ചെന്തെങ്കിലും ഒരു അവിവേകം കാണിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? നിങ്ങൾ സമാധാനം പറയുമോ? അതോ ഇവിടുത്തെ നിങ്ങൾക്ക് പിന്തുണ നടക്കുന്ന നിങ്ങളുടെ സംഘടനകൾ സമാധാനം പറയുമോ? അയ്യോ അബദ്ധമായി പോയി എന്ന് പറയും. ചിലപ്പം മാക്സിമം മരുന്ന് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത സ്കൂളിലേക്കുള്ള സ്ഥലം മാറ്റം കിട്ടും. ഈ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകാൻ പരീക്ഷയ്ക്ക് പോകാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ മാനസികാവസ്ഥ ഒന്ന് ഇത് ചെയ്യുക. സ്വന്തം കുഞ്ഞിന് സ്കൂളിലേക്ക് പോകാനായിട്ട് സ്കൂൾ ബസ് കിട്ടിയില്ല, അല്ല കയറ്റിയില്ല, പൈസയുടെ പേരിൽ കൊടുക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എന്തിനാണ് നിങ്ങളിങ്ങനെ ഈ ഒരു പ്രസ്ഥാനം കൊണ്ട് നിൽക്കുന്നത്? ഒരല്പമെങ്കിലും അധ്യാപകരാണ്, ഒരല്പം മനസ്സാക്ഷി വേണം. പണ്ടൊക്കെ ചില അധ്യാപകരുടെയൊക്കെ മോശമായ പെരുമാറ്റം കൊണ്ട് വിദ്യാർത്ഥികൾ പഠിത്തം നിർത്തി ചരിത്രമൊക്കെ എനിക്കറിയാം. എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ചില വിദ്യാർത്ഥികൾ തന്നെ പഠിത്തമൊക്കെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് കാലഘട്ടം മാറി. പക്ഷേ നിങ്ങളെ എന്തിനു സഹായിക്കാൻ നിങ്ങളെ ഒരു സംഘടന ഉണ്ട് എന്നുള്ളൊരു ധാരണയാണ് നിങ്ങൾക്കിതൊക്കെ. അതുകൊണ്ട് ആ കുഞ്ഞിനെ നിങ്ങൾ സ്കൂൾ ബസ്സിൽ കയറ്റാൻ അനുവദിക്കാഞ്ഞിരുന്നു അങ്ങേയറ്റം തെറ്റായ നടപടിയാണെന്ന് ശക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയെന്ന്. അതുപോലെ തന്നെ ഇതിന് അധികാരികൾ വേണ്ടപ്പെട്ട കൃത്യമായ നടപടികൾ എടുക്കണം. ഇവരുടെ ഫീസ് ഇവരുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നൊന്നും അല്ലല്ലോ സ്കൂളിൻ്റെ ഫീസ്. ഡ്രൈവർമാരുടെയും ആയയുടെയും ഒന്നും കാശ് കൊടുക്കുന്നത് ടീച്ചറിൻ്റെ ശമ്പളത്തിൽ നിന്നെടുത്താണോ കൊടുക്കുന്നത്? അല്ലല്ലോ. അവിടെ PTA ഒക്കെ ഇല്ലേ? PTA അല്ലേ ഫണ്ട് പിരിക്കുന്നത്? ആ PTA അല്ലേ പൈസ കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ ടീച്ചറിൻ്റെ മാതാപിതാക്കളുടെ സ്വത്തൊന്നും അല്ലല്ലോ കൊണ്ടുവന്ന് ഈ സ്കൂളിലെ ബസ്സിന് ഡ്രൈവർക്ക് കാശ് കൊടുക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനിയുള്ള സമയത്തെങ്കിലും നമ്മുടെ കുട്ടികളെ നിങ്ങൾ മാതാപിതാക്കളെക്കാൾ സമയം കുട്ടികൾ സ്കൂളിലാണ്, മാതാപിതാക്കളേക്കാൾ കൂടുതൽ സമയം ഇടപെടുന്ന സ്കൂളിലാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസവും അവർക്ക് പരിജ്ഞാനവും അവർക്ക് സ്നേഹവും സാമൂഹിക ബാധ്യതയൊക്കെ വളർത്തി കൊടുക്കേണ്ട അധ്യാപകരാണ്. അങ്ങനെ പാവപ്പെട്ടവനെന്ന പേരിൽ, സാമ്പത്തികം ഇല്ലാഞ്ഞതിൻ്റെ പേരിൽ ഒരു ടീച്ചർ ഓർഡർ ഇട്ടുകൊണ്ട് ആ കുട്ടിയെ ബസ്സിൽ കയറ്റായിരുന്ന വളരെ മോശമായിപ്പോയി. ഞങ്ങളൊക്കെ സ്കൂൾ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. എൻ്റെയൊക്കെ ഓട്ടോറിക്ഷയിൽ ഇഷ്ടം പോലെ കുട്ടികളെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ചില ആളുകൾ ചില സന്ദർഭത്തിൽ ചെയ്യും. അവസാനത്തെ മാസം എന്ത് ചെയ്യുമെന്നറിയോ? കുട്ടിയെ വിടില്ല. കാരണം അവസാനത്തെ മാസം ചിലപ്പോൾ 4-5 ദിവസത്തെ പരീക്ഷയെ കാണുള്ളൂ. 1 മാസത്തെ പൈസ തരണ്ടേ? അതുകൊണ്ട് അവർ പറയും ഈ മാസം ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറയും. സ്വാഭാവികമായിട്ട് പല സന്ദർഭങ്ങളിൽ ഞങ്ങൾക്കറിയുന്ന ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും നമ്മൾ പരീക്ഷയ്ക്കൊക്കെ കൊണ്ടുപോകും. അത് സ്വാഭാവികമാണ്, അത് നമ്മളത് പ്രതീക്ഷിക്കുന്ന. പക്ഷേ ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ തൻ്റെ കുട്ടിയെ ഈ രീതിയിൽ അപമാനിച്ചത്, അല്ലെ അതിൻ്റെ അധ്യാപകരെ അപമാനിച്ചത് വളരെ മോശമായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ആളുകൾ ഇവരെ ഒന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം. എങ്കിൽ പോലും അവരെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇനി അവർ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞ് മനസ്സിലാക്കില്ലെങ്കിലും അവരുടെ മക്കളോ കൊച്ചുമക്കളെങ്കിലും അമ്മേ അല്ലേ വല്യമ്മേ നിങ്ങൾ കാണിച്ച് മോശമായി പോയെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കൊരൊറ്റ അപേക്ഷയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഞാൻ ഇങ്ങനെയുള്ളൊരു വിഷയമല്ല സാധാരണ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയതുകൊണ്ട് ആ കൊച്ചിൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം. ഞാൻ ചെയ്യുന്ന എൻ്റെ കണ്ടൻറ്റുകൾ വേറെയാണ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ വീഡിയോ ഏതെല്ലാം ശ്രദ്ധിച്ചതിന് എല്ലാവർക്കും നന്ദി.